Hello everyone, welcome to our new video. So Junior Instructor Wireman concept classes through PYQ എന്നുള്ള ഈ ഒരു സീരീസിൻ്റെ പാർട്ട് 7 വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാഗ്നറ്റിസം എന്നുള്ള നാലാമത്തെ മൊഡ്യൂളാണ്. ഈ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ജനുവരി 30-ാം തീയതിയാണെന്ന് തോന്നുന്നു. കറക്റ്റ് ഡേറ്റ് ഞാൻ മറന്നുപോയി. ഓക്കെ, സോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ, ഈ ഒരു ലിസ്റ്റിൽ കയറണമെന്ന് ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യണം? യെസ്, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി ലേറ്റ് ആണ്. ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഓൾറെഡി ലേറ്റ് ആണ്. നിലവിൽ ഒരു ഇലക്ട്രീഷ്യൻ ലെവൽ പരീക്ഷയൊക്കെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറണമെങ്കിൽ അത്രത്തോളം പണിയെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം കോമ്പറ്റീഷൻ അത്രയും ടൈറ്റാണ്. അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് എങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, നല്ല പണിയെടുക്കേണ്ടി വരും. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ ഹോൾ ടിക്കറ്റ് കിട്ടി ഒരു 15 ദിവസം കൊണ്ട് മലമറിച്ച് കളയാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ്. ഞാനീ പറയുന്നത് കുറച്ച് കാലങ്ങളായിട്ട് നടന്നിട്ടുള്ള പരീക്ഷകളെ ആസ്പദമാക്കിയിട്ടാണ്. കാരണം കട്ട് ഓഫൊക്കെ അത്രയും കൂടുതലാണ്. അപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും വേഗത്തിൽ തന്നെ തുടങ്ങുക. ഇന്നാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു വീഡിയോ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കുക. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ദെൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഈ ഒരു പ്ലേലിസ്റ്റിലെ 46 വീഡിയോസ് ഉണ്ട്. ഏകദേശം ഒരു 43 വീഡിയോയും നിങ്ങൾക്ക് ലെക്ചർ വീഡിയോ തന്നെയാണ്, കണ്ടു നോക്കുക. അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ PYQ എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് ഏകദേശം 200ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ദെൻ ഈ ഒരു വീഡിയോ, ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിലെ പാർട്ട് 4 വീഡിയോ കാണുക കേട്ടോ. അതിൽ ഞാൻ മാഗ്നറ്റിസത്തിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, യെസ്. ഇതിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. പക്ഷേ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണുക. കാരണം അതിൽ ഞാൻ കുറച്ച് തിയറിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. പാർട്ട് 1 മുതൽ കണ്ടുവരിക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സിലബസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം അല്ലേ. എന്തൊക്കെയാണ് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് 10 മാർക്ക് വളരെ എളുപ്പത്തിൽ നേടാവുന്ന, അധികം സ്ട്രെയിൻ എടുക്കാൻ ആവശ്യമില്ലാത്ത ഒരു ഏരിയയാണിത്. വളരെ ഈസിയാണ്, കമ്പാരേറ്റീവ്ലി ഈസിയാണ്. ഇപ്പം മെഷീൻസിനെ സംബന്ധിച്ചിടത്തോളം മെഷീൻസൊക്കെ നിങ്ങൾ കുറേയൊക്കെ പഠിക്കണം. മെഷീൻസിൽ ഒരു 10-20 മാർക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് DC മെഷീൻ, AC മെഷീൻ അല്ലേ, അതിൽ ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ മെഷീൻ, DC സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്, 3 ഫേസ് മെഷീൻസ്, അങ്ങനെ ഒരു വലിയ ഏരിയയിൽ നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മെഷീൻസിലൊക്കെ ഫുൾ മാർക്കൊക്കെ കിട്ടുള്ളൂ. ഫുൾ മാർക്കൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഒരു റെയർ കേസാണ്. എന്നാൽ ഈ മാഗ്നറ്റിസത്തിലെ ഫുൾ മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഏരിയ മാത്രം പഠിച്ചാൽ മതി. ഞാൻ പറയുകയാണെങ്കിൽ നിമി ടെക്സ്റ്റ് ബുക്കിൽ ഒരു 12 പേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റ്, മെത്തഡ് ഓഫ് മാഗ്നറ്റൈസിങ് മാഗ്നറ്റിക് മെറ്റീരിയൽ, പ്രോപ്പർട്ടീസ്, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മാഗ്നറ്റ്, പാരാ ആൻഡ് ഡയമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം, മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂള്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് റൂള്, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, സോളിനോയിഡ്, MMF, ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടോ? ഇതൊന്നും ഇവിടെയൊക്കെ ഒരു കുറേ മിസ്സിംഗ് ഉണ്ട് കേട്ടോ. ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, ഹിസ്റ്റീരിസിസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോ, ലെൻസസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കപ്പാസിറ്റർ. ഓക്കെ, കപ്പാസിറ്റർ C ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഓഫ് യൂസ്, ഡിഫറെൻറ്റ് ടൈപ്പ്, പിന്നെ ഫങ്ഷൻ ആൻഡ് യൂസസ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ഇത് എവിടെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. റെഡിയല്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്ക്, വയർമാൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. NSQF 2022 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ പേജ് നമ്പർ 78 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക.
അതിൽ എന്തൊക്കെയാണ് ഉള്ളത് കണ്ടോ, ഇത് മുതൽ 78 മുതൽ പേജ് നമ്പർ 78 മുതൽ 88 വരെയുള്ള എല്ലാ പേജസും ഇമ്പോർട്ടൻ്റ് ആട്ടോ. കണ്ടോ ഇവിടെ 78 കണ്ടോ, അത് മുതൽ 78 മുതൽ 88 വരെ എഴുതി വെച്ചോ. 78 മുതൽ 88 വരെയുള്ള എല്ലാ പേജും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആവശ്യം പഠിക്കാൻ ഇത്രമാത്രം മതി. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പറയുന്നുണ്ട്, മാഗ്നറ്റിക് ലൈൻസ് എന്താണെന്ന് പറയുന്നുണ്ട്, മാഗ്നറ്റിക് ആക്സിസ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ചോദ്യം എന്താ വരിക വെച്ചാൽ ഇതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കും കേട്ടോ. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ദി ഇമാജിനറി ലൈൻ ജോയിനിങ് ദി 2 പോൾസ് ഓഫ് എ മാഗ്നറ്റ് ആർ കോൾഡ് മാഗ്നറ്റിക് ആക്സിസ് ചോദിച്ചിട്ടുണ്ട്. ദി ഇമാജിനറി ലൈൻ ജോയിനിങ് ദി 2 പോൾസ് ഓഫ് എ മാഗ്നറ്റ് ആർ കോൾഡ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് കൊടുക്കും. മാഗ്നറ്റിക് ആക്സിസ് കൊടുക്കും, മാഗ്നറ്റിക് ലൈൻസ് കൊടുക്കും, മാഗ്നറ്റിക് പോൾ കൊടുക്കും കേട്ടോ. ആ രീതിയിൽ കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. ഒരിക്കലും ഒരു സിംഗിൾ പോളായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. അതൊരു പ്രോപ്പർട്ടിയാണ്. മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടാവും. നിങ്ങൾ ഈ മാഗ്നറ്റിനെ പൊട്ടിച്ചു എന്ന് വിചാരിച്ചോ, ബ്രേക്ക് ചെയ്തു. അതിനെ ബ്രേക്ക് ചെയ്താലും എന്ത് സംഭവിക്കും? ആ ബ്രേക്ക് ചെയ്ത ഭാഗത്ത് ഒരു പുതിയ ആക്സിസ് ജനറേറ്റ് ചെയ്യും. അപ്പം നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് വിചാരിച്ചോ, ഈ സെൻറ്ററിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു അറിയോ? ഈ നോർത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ ഭാഗത്ത് സൗത്ത് വരും. ഈ സൗത്തിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു നോർത്ത് ജനറേറ്റ് ചെയ്യും. അത് ഒരു പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതിന് നിങ്ങൾ വീണ്ടും ബ്രേക്ക് ചെയ്തോ, എന്നാലും ആ മാഗ്നറ്റിൽ എവിടെയാണോ ബ്രേക്ക് ചെയ്തത് അവിടെ അതിൻ്റെ നേരത്തെ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു, അതായത് ഇവൻ്റെ ഓപ്പോസിറ്റ് ഓക്കെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്യുന്ന ആ ഇമാജിനറി ലൈൻസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ആക്സിസ്. അപ്പോൾ മാഗ്നറ്റിക് ലൈൻസ് എന്താ? അത് magnetic lines of force are assumed to be continuous loop, the flux lines continuing on through the magnet. കേട്ടോ, ഇപ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങൾ നോർത്ത് സൈഡിൽ നിന്നും സൗത്ത് സൈഡിലേക്ക് ഇങ്ങനെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. മാഗ്നറ്റിക് ലൂപ്പ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്. കുറേ ലൈൻസ് വരുമ്പോൾ അത് ഫ്ലക്സായി. ഓക്കെ, അത് മാഗ്നറ്റിൻ്റെ പുറത്ത് നോർത്തിൽ നിന്നും സൗത്തിലേക്കും മാഗ്നറ്റിൻ്റെ അകത്ത് സൗത്തിൽ നിന്നും നോർത്തിലേക്കും ആയിരിക്കും പോകുന്നുണ്ടാവുക. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കിയേ, ഇതൊരു ലൂപ്പാണ്, കണ്ടിന്യൂസ് ലൂപ്പാണ്. സോ പുറത്ത് ഇങ്ങനെ പോയ സാധനം അകത്തുകൂടിയും പോകണമല്ലോ. അകത്തുകൂടിയും പോകുമ്പോഴാണ് അതൊരു ലൂപ്പാവുന്നത്. സോ അകത്തുകൂടി പോകണമെങ്കിൽ അത് സൗത്ത് ടു നോർത്ത് ആയിരിക്കണം. പിന്നെ വരുന്നത് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, യൂണിറ്റ് പോൾ എന്താണ്? അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് ചോദിക്കും. താഴെ പറയുന്നവരെ ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ വാട്ട് ഈസ് ദി അട്രാക്റ്റീവ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ എ മാഗ്നറ്റ് ഹാസ് ദി പ്രോപ്പർട്ടി ഓഫ് അട്രാക്റ്റിംഗ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. വാട്ട് ഈസ് ദിസ് പ്രോപ്പർട്ടി നോൺ ആസ് കേട്ടോ. ആ രീതിയിലൊക്കെ ചോദിച്ചേക്കാം. ഡയറക്റ്റീവ് പ്രോപ്പർട്ടി, നമ്മൾ ഒരു മാഗ്നറ്റിനെ ഫ്രീലി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോൾ വിൽ ഓൾവേസ് ടെൻ ടു സെറ്റ് ദംസെൽസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് നോർത്ത് ആൻഡ് സൗത്ത്. നമ്മളൊരു മാഗ്നറ്റിനെ കെട്ടി തൂക്കി കഴിഞ്ഞാൽ അതെപ്പോഴും നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലായിരിക്കും കിടക്കുക. ഇൻഡക്ഷൻ പ്രോപ്പർട്ടി എന്താണ്? തൊട്ടടുത്തുള്ള മാഗ്നറ്റിസം, തൊട്ടടുത്തുള്ള സബ്സ്റ്റൻസുകളിൽ, മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളിൽ മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് കേട്ടോ. പോൾ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടി, എ സിംഗിൾ പോൾ ക്യാൻ നെവർ എക്സിസ്റ്റ് ഇൻ മാഗ്നറ്റ്. അതായത് മാഗ്നറ്റിന് ഒരിക്കലും ഒരു സിംഗിൾ പോളായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന്, ആ പരിപാടി കേട്ടോ. then അതിനുശേഷം ഡീമാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി, പ്രോപ്പർട്ടി ഓഫ് സ്ട്രെങ്ത്, സാച്ചുറേഷൻ പ്രോപ്പർട്ടി, അതൊക്കെ നോക്കുക, അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. ദെൻ രണ്ട് മാഗ്നറ്റിക് സെയിം പോൾസ് എപ്പോഴും റിപ്പൽ ചെയ്യും. നിങ്ങളിപ്പോൾ നോർത്ത് പോളും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്യും. സൗത്ത് പോളും വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് പോളാണ് അട്രാക്ട് ചെയ്യുക കണ്ടോ. ഇവിടെ നോർത്തും സൗത്തും അട്രാക്ട് ചെയ്യും. ദെൻ ഷേപ്പ്, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസിങ്, താഴെ പറയുന്നവയിൽ ഏതാണ് മാഗ്നറ്റൈസിങ് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. ടച്ച് മെത്തേഡ്, ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇൻഡക്ഷൻ മെത്തേഡ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഡക്ഷൻ മെത്തേഡാണ്. വേറെ ചോദ്യം കൂടി വരാറുണ്ട്. യെസ്, വിച്ച് വൺ ഈസ് ദി കമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ് കേട്ടോ. പെർമനൻറ്റ് മാഗ്നറ്റിനെ ഉണ്ടാക്കുന്ന കമേഴ്ഷ്യൽ മെത്തേഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതേതാ? ഇൻഡക്ഷൻ മെത്തേഡാണ് കേട്ടോ. സോ ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് നോട്ട് എഴുതുക. ദെൻ ഇലക്ട്രോമാഗ്നറ്റിസം. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിസം? പേര് പോലെ തന്നെ മാഗ്നറ്റിസം നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ്. കറണ്ട് പാസ് ചെയ്തുകൊണ്ട് നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയലിൽ
മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇലക്ട്രോ മാഗ്നറ്റാണ്. അത് വളരെ സിമ്പിളാണ്. അതിൻ്റെ പ്രിൻസിപ്പിളും വളരെ സിമ്പിളാണ്. ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കമ്പിച്ചുരുൾ എടുത്തിട്ട് അതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെക്കുകയാണെങ്കിൽ അതൊരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു കമ്പിച്ചുരുൾ കണ്ടോ, ഇവിടെ ഒരു കോപ്പറാണെന്ന് വിചാരിച്ചോ, കോപ്പർ കമ്പിച്ചുരുൾ നമ്മളിവിടെ വെച്ചു, അതിൽ കൂടി നമ്മൾ കറണ്ട് DC പാസ് ചെയ്തു കേട്ടോ. ആ പാസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. അതിൻ്റെ അകത്തേക്ക് ഞാനൊരു അയൺ പീസ് വെച്ചു എന്ന് വിചാരിച്ചോ. അയൺ പീസ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അയൺ പീസ് മാഗ്നറ്റ് ആവും. ഓക്കെ, അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ ഇൻഡ്യൂസ് ചെയ്യും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു റൂളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ രീതിയിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിനെ ഉണ്ടാക്കിയെടുക്കാം. യെസ്. ദെൻ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ക്യാൻ ബി യൂസ് ടു ഡിറ്റർമിൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ രീതിയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്യാം. അതിവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ വലത്തെ കൈ നിങ്ങൾ എടുക്കുക, എന്നിട്ട് ഇതേപോലെ പിടിക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് ഗ്രിപ്പ് ചെയ്ത് പിടിച്ചേ. ഒരു തമ്പ് ഈ ഡയറക്ഷനിലേക്ക് പോകുന്നു. ദെൻ ഈ കേൾഡ് ഫിംഗേഴ്സ്, മടക്കി വെച്ച ഫിംഗേഴ്സ് ഈ രീതിയിൽ ഈ ഡയറക്ഷനാണുള്ളത് അല്ലേ. യെസ്. സോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോളിനോഡ് ഉണ്ട്, ആ സോളിനോഡിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നു വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ വരുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഈ പറയുന്ന കേൾഡ് ഫിംഗേഴ്സ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണെങ്കിൽ ഈ പറയുന്ന തമ്പിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതായിരിക്കും കറണ്ട്. നേരെ ഓപ്പോസിറ്റും പറയാം. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ തമ്പ് പിടിക്കുകയാണെങ്കിൽ ഈ കേൾഡ് ഫിംഗേഴ്സ് നമുക്ക് എന്തിൻ്റെ ഡയറക്ഷൻ തരും, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ തരും കേട്ടോ. യെസ്, ഇഫ് യു റാപ്പ് യുവർ ഫിംഗേഴ്സ് അറൗണ്ട് ദി വയർ വിത്ത് യുവർ തമ്പ് പോയിൻറ്റിംഗ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ, യുവർ ഫിംഗേഴ്സ് വിൽ പോയിൻറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആ കണ്ടക്ടറിനെ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ റാപ്പ് ചെയ്യുകയാണെങ്കിൽ തമ്പ് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് കറണ്ടിനെയാണ് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ കേൾഡ് ഫിംഗേഴ്സ്, മടക്കി വെച്ച ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ തരുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോർക്ക് സ്ക്രൂ റൂള്. കോർക്ക് സ്ക്രൂ റൂൾ എന്ന് പറയുന്നത്, നമ്മളൊരു കോർക്ക് സ്ക്രൂ എടുത്തു എന്ന് വിചാരിച്ചോ. കോർക്ക് സ്ക്രൂ എന്ന് പറയുമ്പം നമ്മളൊരു വുഡൻ കോർക്കിലേക്ക് ഒരു സ്ക്രൂ നമുക്കിങ്ങനെ തിരിച്ച് കയറ്റാൻ വേണ്ടി സാധിക്കും അല്ലേ. യെസ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, സ്ക്രൂവിനെ എങ്ങോട്ടേക്ക് തിരിക്കുമ്പോഴാണ് അത് അകത്തേക്ക് പോവുക? നിങ്ങൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പോഴാണ് സ്ക്രൂ അകത്തേക്ക് പോവുക അല്ലേ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിക്കുമ്പോഴാണ് സ്ക്രൂ അകത്തേക്ക് പോവുക. അസ്യൂം എ റൈറ്റ് ഹാൻഡഡ് കോർക്ക് സ്ക്രൂ ടു ബി along the wire so as to advance in the direction of the current. The motion of the handle gives the direction of magnetic lines of force around the conductor. നിങ്ങൾ ഈ പറയുന്ന കോർക്കിനകത്തേക്ക് ഈ സ്ക്രൂവിനെ കയറ്റാൻ വേണ്ടിയിട്ട് എങ്ങോട്ടേക്ക് തിരിക്കണം? വലത്തോട്ടേക്ക് അല്ലേ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ രീതിയിൽ തിരിക്കണം, ഈ രീതിയിൽ തിരിക്കണം. ആ രീതിയിൽ തിരിക്കുമ്പോൾ നമ്മുടെ കോർക്ക് സ്ക്രൂ എങ്ങോട്ടേക്കാണ് പോവുക? താഴോട്ടേക്ക് അല്ലേ. ടൈറ്റൻ ചെയ്യും തോറും കോർക്കിനകത്തേക്ക് സ്ക്രൂ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ താഴേക്ക് പോകുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നത് എന്താ? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പം താഴോട്ടേക്ക് പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻറ്റു മാർക്കാണ് കൊടുക്കുക കേട്ടോ, ഒരു ക്രോസ് മാർക്കാണ് കൊടുക്കുക. ഇനി പുറത്തേക്ക് നിങ്ങളതിനെ കോർക്കിനകത്ത് നിന്നും പുറത്തേക്ക് ഈ പറയുന്ന സ്ക്രൂവിനെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യണം? തിരിച്ച് റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. ഇങ്ങനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്ക്രൂ പുറത്തേക്ക് വരും. ഓക്കെ, സ്ക്രൂ ഔട്ട് ഓഫ് ദി കണ്ടക്ടർ ആയിട്ട് വരും. അതായത് പുറത്തേക്ക് ഔട്ട് ഓഫ് ദി കണ്ടക്ടർ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോട്ടാണ് കൊടുക്കുക കേട്ടോ, ഡോട്ടാണ് കൊടുക്കുക. അപ്പോൾ ഡോട്ട് കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ പറയുന്ന സ്ക്രൂ പുറത്തേക്ക് വരുന്നു, അതായത് നമ്മുടെ ദേഹത്തേക്ക് വരുന്നു അല്ലെ, നമ്മുടെ അടുത്തോട്ടേക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? യെസ്, നിങ്ങൾ തിരിച്ചു നോക്കിയേ, ഇപ്പോൾ അതൊക്കെ തിരിച്ചു നോക്കിയേ.
അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ രീതിയിൽ അല്ലേ. യെസ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വരുന്നുണ്ടാവുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വരുന്നുണ്ടാവുക. അതാണ് കോർക്ക് സ്ക്രൂ റൂൾ. ഇനി സോളിനോട് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, മാഗ്നറ്റിക് കോറ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ഒക്കെ ഞാൻ ട്രേഡ്സ്മാൻ്റെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കാനുള്ള കോഡ് ഭാഷയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് കണ്ടു നോക്കണേ. മെഷീൻസിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക, കണ്ടു നോക്കുക. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്, റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, ലെഫ്റ്റ് ഹാൻഡ് റൂൾ എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക, യെസ്, മോട്ടോറിൽ. റൈറ്റ് ഹാൻഡ് റൂളോ അത് ജനറേറ്ററിൽ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ രണ്ട് കൈ എടുക്കുക, വലത്തെ കൈ, നിങ്ങൾ മിക്കവാറും ആൾക്കാർ വലം കയ്യന്മാരായിരിക്കും അല്ലേ, വലത് കൈക്ക് സ്വാധീനമുള്ളവരായിരിക്കും, വലം കയ്യന്മാരായിരിക്കും. സോ നിങ്ങളുടെ മിക്കവാറും ജോലികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക വലത്തെ കൈ കൊണ്ടാണ്. സോ ജനറേറ്റർ റൈറ്റ് ഹാൻഡ്, മോട്ടോർ ലെഫ്റ്റ് ഹാൻഡ്. നിങ്ങളുടെ വലത്തെ കയ്യിൽ ഒരു ജനറേറ്ററും ഇടത്തെ കയ്യിൽ ഒരു മോട്ടറും ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തെറ്റില്ല. ഓക്കെ, യെസ്, റൈറ്റ് ഹാൻഡ് റൂളും ലെഫ്റ്റ് ഹാൻഡ് റൂളും നോക്കുക. ഇനി റൈറ്റ് ഹാൻഡ് പാം റൂൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സോളിനോയിഡിനകത്ത് നിങ്ങളൊരു മെറ്റൽ പീസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന മെറ്റൽ പീസ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അതിൽ മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക, യെസ്, ഇവിടെ കമ്പിച്ചുരുളില്ലേ, കമ്പിച്ചുരുളിലേക്ക് നമ്മൾ കറണ്ട് പാസ് ചെയ്യില്ലേ, ആ കറണ്ട് പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പാമ്പ് വെക്കുക കേട്ടോ. നമ്മുടെ ഈ പറയുന്ന ചുരുട്ടി പിടിച്ച ഫിംഗേഴ്സ് കണ്ടോ, ഈ ചുരുട്ടി പിടിച്ച ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കിയാൽ കറണ്ടിൻ്റെ ഡയറക്ഷനല്ലേ പിടിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ പറയുന്ന തമ്പില്ലേ, തമ്പ് ഏത് ഡയറക്ഷനിലേക്കാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്, കണ്ടോ, ഇപ്പുറത്തേക്ക് അല്ലേ, ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് തമ്പുള്ളത്. മനസ്സിലാക്കുക, ഇൻ ദാറ്റ് കേസ് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പാം വെച്ചിട്ടുണ്ടെങ്കിൽ തമ്പ് എങ്ങോട്ടേക്കാണോ ചൂണ്ടിക്കാണിക്കുന്നത് അത് നോർത്ത് ഡയറക്ഷൻ ആയിരിക്കും. ഇതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ ചോദ്യം ഏത് രീതിയിൽ വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. ഇനി ടെമ്പററി മാഗ്നറ്റിക് മെറ്റീരിയൽ ഫോർ ടെമ്പററി മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടേ. എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. തീർന്നോ? ഇല്ല, തീർന്നില്ല. ദെൻ മാഗ്നറ്റിസം ആൻഡ് കപ്പാസിറ്റർ, MMF എന്താ, ഇനി കുറേ ടേംസ് കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് MMF. ദെൻ റിലക്റ്റൻസ്, റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലുള്ള പ്രോപ്പർട്ടിയാണ് റിലക്റ്റൻസ്. അതിൻ്റെയൊക്കെ ഇക്വേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, ചോദ്യം ചോദിക്കാറുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്ത്, ദെൻ പെർമിബിലിറ്റി എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നോട്ട് എഴുതുക, പ്രോബ്ലം വരെ ചോദിക്കാറുണ്ട്. ഓക്കെ, എന്താണ് റീറ്റൻറ്റിവിറ്റി, കൊയേഴ്സിവിറ്റി, ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് വീഡിയോ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ട്രേഡ്സ്മാൻ്റെയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഈ ഹിസ്റ്റീരിസിസ് കർവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ചോദ്യം മിനിമം ഇതിനകത്ത് ചോദിക്കാറുണ്ട്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. രണ്ട് ലോ ഉണ്ട്, രണ്ട് ലോ. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് വെനെവർ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ലിങ്ക്ഡ് വിത്ത് എ സർക്യൂട്ട് ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. ഒരു മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫ്ലക്സ്, ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതായത് E എന്ന് പറയുന്നത് d∅dt ആണ്. E ഈസ് പ്രൊപ്പോർഷണൽ ടു d∅dt ആണ്. അതാണ് ഫസ്റ്റ് ലോ. ഇനി സെക്കൻഡ് ലോ എന്താ, ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്ന് പറയുന്നത് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വ്യത്യാസം, എന്താ, യെസ്, വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ലോ എന്താ പറയുന്നത്, യെസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടാകുന്ന സമയത്ത് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അവിടെ പറയുന്നില്ല. രണ്ടാമത്തെ ലോ പറയുന്നത് ദി മാഗ്നറ്റിക് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF, ദി മാഗ്നിറ്റ്യൂഡാണ് കേട്ടോ, ഇത് തെറ്റാണ്. ഇത് മാഗ്നിറ്റ്യൂഡ് എന്നതാണ്. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജിന് ഈക്വൽ ആണ് കേട്ടോ. അത് ഈസ് ഈക്വൽ ടു d∅dt എന്നാണ് ഇവിടെ പറയുന്നത്. കുറച്ചും കൂടി ആപ്റ്റായിട്ട് പറയുകയാണെങ്കിൽ n × d∅dt എന്ന് പറയും. n നമ്പർ ഓഫ് ടേംസ്. കുറച്ചും കൂടി ആപ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു -n × d∅dt എന്ന് പറയും. ഓക്കെ, ആ മൈനസ് എന്താ, മൈനസ് നമ്മൾ ലെൻസസ് ലോ വെച്ചാണ് പറയുന്നത്.
കേട്ടോ. യെസ്, കൗണ്ടർ ഇ എം എഫ് ഓർ ലെൻസസ് ലോ. ലെൻസ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ മാഗ്നറ്റിക് ലിങ്കേജിലുള്ള ഡിഫറൻസ് കാരണം ഒരു ഇ എം എഫ് ആ സർക്യൂട്ടിൽ തന്നെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുകയാണെങ്കിൽ അതെപ്പോഴും അതിൻ്റെ കാരണത്തെ ഒപ്പോസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ കാരണം? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. സോ അതിനെ ഒപ്പോസ് ചെയ്യും, അതിനെ എപ്പോഴും കുറക്കാൻ വേണ്ടി അത് ട്രൈ ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ലെൻസസ് ലോ വരുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ. ഇനി കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. കപ്പാസിറ്റർ കൺസ്ട്രക്ഷൻ ഒക്കെ പറയുന്നുണ്ട്, നോക്കുക. ഫങ്ഷൻ, അതിൻ്റെ യൂണിറ്റ്, ഈ ഇക്വേഷൻ ഒക്കെ ഓർത്ത് വെക്കുക. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ചോദിക്കും ഉറപ്പാണ്. ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ് ചോദിച്ചിട്ടുണ്ട്. സെറാമിക് കപ്പാസിറ്റേഴ്സ്. സെറാമിക് കപ്പാസിറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് കമ്പാരേറ്റീവ്ലി ഹൈ കപ്പാസിറ്റൻസ് വാല്യൂസ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ സ്മോൾ ആൻഡ് ഫിസിക്കൽ സൈസ് കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ സൈസിൽ തന്നെ ഹൈ കപ്പാസിറ്റൻസ് കിട്ടാൻ താഴെ പറയുന്നവയിൽ ഏത് യൂസ് ചെയ്യണം ചോദിച്ചിട്ടുണ്ട്. ദെൻ താഴെ പറയുന്നവയിൽ പോളറൈസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റർ ഏതാണ്? ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റേഴ്സ് ആണ് കേട്ടോ. ദെൻ ഇത്രയും ഓർത്തിരിക്കണം, ഇത് മുഴുവൻ ഓർത്തിരിക്കണം. ദെൻ ഇത് കണ്ടോ, ഇത് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ചോദ്യം ചോദിക്കും. താഴെ പറയുന്നവയിൽ പോളറൈസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റർ ഏതാണെന്ന് ചോദിക്കും. എന്നിട്ട് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററിന് കൊടുക്കില്ല. എന്താ കൊടുക്കുകയെന്ന് അറിയോ? തന്താലം കപ്പാസിറ്റർ എന്ന് കൊടുക്കും കേട്ടോ. അപ്പം മനസ്സിലാക്കുക, തന്താലം അല്ലെങ്കിൽ അലൂമിനിയം കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, ഇനി ഈ ടേബിൾ കൂടി ഓർത്ത് വെച്ചേക്കുക. പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിക്കുകയെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ. ഓക്കെ, താഴെ പറയുന്നതിൽ മോട്ടോർ പവർ സപ്ലൈസിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കപ്പാസിറ്റർ ഏത്? പേപ്പർ. നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നുകൊണ്ട് ഈ രീതിയിൽ തന്നെയാണ് ചോദിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഓക്കെ പേപ്പർ അല്ലാതെ ഇലക്ട്രോലിറ്റിക് യൂസ് ചെയ്തുകൂടെ? ഓക്കെ, അതിന് ഇവിടെ പ്രസക്തിയില്ല. എന്താണോ ഇവിടെയുള്ളത് അത് തന്നെ. ഓക്കെ, ഇലക്ട്രോലൈറ്റിക്, പവർ സപ്ലൈ ഫിൽറ്റേഴ്സ്, മൈക്ക ഹൈ ഫ്രീക്വൻസി, വേരിയബിൾ സെറാമിക്, റേഡിയോ ടി വി കമ്മ്യൂണിക്കേഷൻ, എയർ, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് കേട്ടോ. ഇതിങ്ങനെ പഠിച്ചു വെക്കുക. ഇതേപോലെ തന്നെയുള്ള കാര്യം നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത്ര വരെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉണ്ട്. അത് 178 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 178 എവിടെയാണ് പേജ് നമ്പർ? യെസ്, ഇത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചും കൂടി ഒരു ഡീറ്റെയിലിംഗ് ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ മാഗ്നറ്റിസം ആൻഡ് മാഗ്നറ്റ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റ് പറഞ്ഞു. ദെൻ അതിനുശേഷം ഡിഫറെൻറ്റ് ഇത് നോക്കണേ. ഫെറോമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസും നോക്കണേ, ചോദിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ സസെപ്റ്റിബിലിറ്റി, മ്യൂ വാല്യൂ അതൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ മാഗ്നറ്റിക് ലൈൻസിൻ്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ മറ്റേ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഒരു ഡീറ്റെയിലിംഗ് വരും. ദെൻ അതിലില്ലാത്ത ഒരു പോയിൻ്റ് ഇവിടെയുണ്ട്. അത് കാണിച്ചു തരാനാണ് ഞാൻ ഇപ്പം ശ്രമിക്കുന്നത് കേട്ടോ. മറ്റേ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പോർഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മാഗ്നറ്റിസം കപ്പാസിറ്റേഴ്സ് ഒക്കെ വന്നു. ഇത് ഈ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും. അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്, ഹിസ്റ്റീസിസ് ലൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക്കൽ സർക്യൂട്ടും കമ്പയർ ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ ഒരു 10-20ഓളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇതേപോലെ ഡെഫിനേഷൻ ചോദിക്കും, അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കും, അതിൻ്റെ യൂണിറ്റ് ചോദിക്കും കേട്ടോ. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ട് റിലക്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി എന്താ പറയുക കണ്ടക്ടർ എന്ന് ചോദിക്കും. ഓക്കെ, ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദി മെറ്റീരിയൽ എന്ന് ചോദിക്കും. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്ന് ചോദിക്കും കേട്ടോ. ആ രീതിയിലെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൊണ്ട് പഠിച്ചു വെക്കുക. ദെൻ ദി ഫ്ലക്സ് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ടാണ് കേട്ടോ. ഇത് മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് ഈക്വലൻറ്റ് ദാറ്റ് ഓഫ് ഡാഷ്, ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. ഇത് ഇലക്ട്രീഷ്യൻ്റെ പേജ് നമ്പർ 188-ലുണ്ട്.
ദെൻ 182 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പിക്ചർ ഉണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ, 182 എന്താ ഉള്ളത്? 182 പോയോ? യെസ്, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പെർമനൻറ്റ് മാഗ്നറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പെർമനൻറ്റ് മാഗ്നറ്റ് ഷുഡ് നോട്ട് ത്രോൺ ഓർ ഡ്രോപ്പ്ഡ്. മാഗ്നറ്റിസം കുറക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. ഒരിക്കലും നമ്മൾ എറിയാനോ എന്താ പറയുക, വലിച്ചെറിയാനോ അല്ലെങ്കിൽ താഴേക്കിടാനോ പാടില്ല. ഹാമറിങ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഹീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കും കേട്ടോ. ദെൻ ബാർ മാഗ്നറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ് വിത്ത് ദെയർ എൻഡ് ഫേസിങ് ഓപ്പോസിറ്റ് പൊളാരിറ്റി വിത്ത് കീപ്പേഴ്സ് അറ്റ് ദെയർ എൻഡ്. കീപ്പേഴ്സ് ഷുഡ് ബി യൂസ്ഡ് വൈൽ സ്റ്റോറിങ് ദി മാഗ്നറ്റ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഒക്കെ ഈ പറയുന്ന ബാർ മാഗ്നറ്റ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബോക്സ് ഉണ്ടാവും അല്ലേ. ഇത് ചുമ്മാ എല്ലാ മാഗ്നറ്റും ഒരുമിച്ച് കൂട്ടിയിടുകയല്ല ചെയ്യുക, ഓരോന്നിനും സെപ്പറേറ്റ് ബോക്സ് ഉണ്ടാവും. അതാണ് പറയുന്നത്, അതിൻ്റെ മാഗ്നറ്റിസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. Then as far as possible, north and south poles of the magnet should be kept in the direction of the south and north direction of the earth respectively. അത് മാഗ്നറ്റിസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഓർത്ത് വെക്കുക. ദെൻ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉണ്ടെന്നേ ഉള്ളൂ. മിക്കവാറും അതിലെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അഥവാ ഈ പറയുന്ന മെറ്റീരിയൽ ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആണെങ്കിൽ അതുകൂടി ഒന്ന് നോക്കുക കേട്ടോ. നിലവിൽ മറ്റേത് മതി, പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും എഴുതിയെടുത്താൽ മതി, അതിൽ കൂടുതൽ വേണമെന്നില്ല. ഓക്കെ. ദെൻ MMF, റിലക്റ്റൻസ്, ഫ്ലക്സ് ഡെൻസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കുക. പ്രോബ്ലംസും ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ടേബിളും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? ദെൻ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, അത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഇതിൽ നിന്ന് കേട്ടോ. തുടങ്ങിയാലോ? യെസ്, എനിക്ക് തോന്നുന്നു കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇലക്ട്രീഷ്യൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നത് നല്ലത്. അവിടെ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഉണ്ട്. മൈക്ക കപ്പാസിറ്റേഴ്സ്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് കണ്ടോ, സെറാമിക് കപ്പാസിറ്റേഴ്സ്, അതിനെ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുമ്പോൾ ഈ ഇലക്ട്രീഷ്യൻ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ദെൻ ആ കമ്പാരിസൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ആപ്ലിക്കേഷനൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുകൂടി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക, എത്രത്തോളം ടൈറ്റ് ആവും എന്നൊക്കെ ചോദിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതുകൂടി ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. യെസ്, കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയാലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 10-20 ചോദ്യങ്ങളായിട്ട് ഞാൻ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ഡിപ്ലോമ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. കുറച്ചൊരു ടൈറ്റായിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് നോക്കാം ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അതിൻ്റെ ടഫ്നെസ് ലെവൽ ഓക്കെ ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഫ്രം ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ആർ റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ട്രേഡ്സ്മാൻ്റെ ആ ഒരു തിയറി ക്ലാസ് വീഡിയോ കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ദി സബ്സ്റ്റൻസ് ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. കറക്റ്റാണ്, വീക്ക്ലി മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നതാണ് പാരാമാഗ്നറ്റിക്. സബ്സ്റ്റൻസ് മൂവ് ഫ്രം വീക്ക് ഫീൽഡ് റീജിയൻ ടു സ്ട്രോങ് ഫീൽഡ് റീജിയൻ ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. കറക്റ്റാണ്, അതായത് വീക്കായിട്ട് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നതാണ് പാര. വീക്കായിട്ട് ഓപ്പോസിറ്റ് ടു ദി മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റുകളാണ് ഡയ. ഓക്കെ, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ലെസ് ദാൻ 1 അല്ല, ഗ്രേറ്റർ ദാൻ 1 ആണ്. പക്ഷേ ഒരു സ്മോൾ വാല്യൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ 1ഉം 2ഉം ആണ് ശരി. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഫ്രം ദി ഫോളോയിങ് പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. എ മാഗ്നറ്റിക് മെറ്റീരിയൽ വിത്ത് സസെപ്റ്റിബിലിറ്റി ഈസ് ലോ ആൻഡ് നെഗറ്റീവ്. സസെപ്റ്റിബിലിറ്റി ലോവും നെഗറ്റീവ് ആണെങ്കിൽ അത് ഡൈ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, എന്നാലും നമുക്കൊന്ന് നോക്കിയേക്കാം. ദേ ടെൻ ടു മൂവ് ഫ്രം ഹൈ ഫീൽഡ് റീജിയൻ ടു ലോ ഫീൽഡ് റീജിയൻ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. യെസ്, അത് കറക്റ്റാണ്, അതും ഡയ തന്നെയാണ്. നെക്സ്റ്റ് പോവാം. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സീക്വൻസ് റിലേറ്റഡ് ടു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഞാൻ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ അത് മോട്ടോറാണ് അല്ലേ, മോട്ടോറാണ്. സെഡ് എപ്പോഴും ഫോഴ്സാണ്, സെഡ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് സെഡ് ഫോഴ്സ് അല്ലാത്തതൊക്കെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാലോ. യെസ്. ദെൻ വൈ എന്താ, വൈ
കറണ്ടാണ് അല്ലേ, കറണ്ടാണ് വൈ കറണ്ട് ഇവിടെ, വൈ കറണ്ട് ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി എക്സ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, കറക്റ്റാണ്. സോ 14ൻ്റെ ആൻസർ ബി ആണ്. നെക്സ്റ്റ്, ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻ വിച്ച് ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു റിലക്റ്റൻസ് ഓഫ് ദി മാഗ്നറ്റിക് മെറ്റീരിയൽ. റിലക്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളതാണ്. റിലക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. കറക്റ്റാണ്. ഒരു ഇക്വേഷൻ ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായതല്ലേ, ഇക്വേഷനൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണമെന്ന്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. So next one, if an electromagnetic contains 100 turns and carries a current of 5 ampere, find the reluctance if the flux produced by the electromagnet is 0.2 Weber. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു കാര്യവും എക്സ്ട്രാ അറിയേണ്ടതില്ല. N തന്നിട്ടുണ്ട് 100, കറണ്ട് I തന്നു 5 ആംപിയർ. റിലക്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ. സോ റിലക്റ്റൻസിനെ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, അറിയില്ല. ഫ്ലക്സ് എത്രയാ, ഫ്ലക്സ് 0.2 വെബർ. ഇതിൻ്റെ ഒക്കെ യൂണിറ്റ് നിർബന്ധമാണ്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇത് ഫ്ലക്സിന് ഫൈ ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് അതിൻ്റെ യൂണിറ്റ് നോക്കിയിട്ട് അത് ഫ്ലക്സ് ആണോ, ഫ്ലക്സ് ഡെൻസിറ്റി ആണോ, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താ? യെസ്, നമുക്ക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ, ഫ്ലക്സ് കറണ്ട് പോലെയുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. അത് കറണ്ട് I is equal to V/R ആണ് അല്ലേ, I is equal to V/R ആണ്. അപ്പോൾ കറണ്ടിന് സമാനമായിട്ടുള്ളതാണ് ഫ്ലക്സ്, വോൾട്ടേജിന് സമാനമായിട്ട് MMF ഉണ്ട്. MMF എന്താ, ആംബിയർ ടേൺസ് ആണ് അല്ലേ. റിലക്റ്റൻസിന് സമാനമായിട്ട് അവിടെ റെസിസ്റ്റൻസിന് സമാനമായിട്ട് റിലക്റ്റൻസ് ഉണ്ട്. സോ NI/S എന്നുണ്ട്. നമുക്കിവിടെ എസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ, എസ് ഇപ്പുറത്തേക്ക് എടുത്തോ. S is equal to NI/ഫ്ലക്സ്. N എത്രയാ, 100, IO 5, ഫ്ലക്സോ 0.2. 0.2 മേലേക്ക് പോയി കഴിഞ്ഞാൽ 5 വന്നു അല്ലേ. 5 25 2500 എന്നുണ്ട്. 2500 ആംപിയർ ടേൺ പെർ വെബർ. ടെസ്ല ഏതിൻ്റെ യൂണിറ്റ് ആണ്? ടെസ്ല എന്ന് പറയുന്നത് ബിയുടെ യൂണിറ്റ് ആണ് അല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ് ടെസ്ല. ഫൈൻഡ് ദി നമ്പർ ഓഫ് ടേൺസ്, ഫൈൻഡ് ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി കോയിൽ ഇഫ് എൻ EMF ഓഫ് 40 വോൾട്ട് ഡെവലപ്ഡ് അക്രോസ് ഇറ്റ് വിത്ത് എ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദി റേറ്റ് ഓഫ് 0.8 വെബർ പെർ സെക്കൻഡ്. ഇത് ഫ്ലക്സ് ആണോ? അല്ല, ഫ്ലക്സ് ചേഞ്ച് ഇൻ ദി റേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, യൂണിറ്റ് ശ്രദ്ധിക്കണം. 0.8 വെബർ പെർ സെക്കൻഡിൽ ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5/T ആണ് ഈ സാധനം, d5/dt ആണ് ഈ സാധനം, അത് 0.8 ആണ്. നമുക്കറിയാം E is equal to d5/dt ആണെന്ന് നമുക്കറിയാം അല്ലേ. യെസ്, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? N into d5/dt ആണെന്ന് നമുക്കറിയാം. E is equal to N d5/dt. ഈ തന്നു 40, N into d5/dt 0.8. അപ്പോൾ N എത്രയാ, 40/0.8. ആൻസർ 50 കിട്ടി. ഓക്കെ, ഇവിടെ നെഗറ്റീവിൻ്റെ ആവശ്യം വരുന്നില്ല, ഓപ്ഷനിൽ -50 എന്നൊന്നും ഇല്ലല്ലോ അല്ലേ. അതേപോലെ N എപ്പോഴും എന്താണ്, പോസിറ്റീവ് അല്ലേ വരുള്ളൂ. ദെൻ ഇവിടെ -40 എന്നുള്ളത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് സാധനം വരിക. പക്ഷെ നമ്മളിവിടെ സൈൻ ഇവിടെ യൂസ് ചെയ്തില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പോളറൈസ്ഡ് കപ്പാസിറ്റർ? ഓക്കെ, തന്താലം കപ്പാസിറ്റർ. കണ്ടോ, ഇലക്ട്രോലിറ്റിക് എന്നില്ല. ഓക്കെ, അപ്പോൾ തന്താലം കപ്പാസിറ്റർ യൂസ് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞു. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് പാരാമാഗ്നറ്റിക്? താഴെ പറയുന്നതിൽ ഏതാണ് പാരാമാഗ്നറ്റിക്? ഞാൻ പറഞ്ഞു എക്സാമ്പിൾ കണ്ടുപിടിക്കണം അല്ലേ. അലൂമിനിയം, മാംഗനീസ്, പ്ലാറ്റിനം, കോപ്പർ. അപ്പോൾ അലൂമിനിയം ഉണ്ട്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റൂൾ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദി ഡയറക്ഷൻ ഓഫ് മെക്കാനിക്കൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്? വളരെ എളുപ്പമല്ലേ. എന്താ, ഡിറ്റർമിൻ ദി ഡയറക്ഷൻ ഓഫ് മെക്കാനിക്കൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്. മെക്കാനിക്കൽ ഫോഴ്സ് ഏതിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുക? മോട്ടോറിലാണോ, ജനറേറ്ററിലാണോ? ജനറേറ്ററിൽ നമുക്കൊരു ഇൻഡ്യൂസ്ഡ് EMF വന്ന ഒരു കറണ്ടാണ് ഔട്ട്പുട്ട് കിട്ടുക അല്ലേ. മോട്ടോറിലാണ് നമുക്കൊരു മെക്കാനിക്കൽ ഫോഴ്സ് കിട്ടുന്നത്. അപ്പം മോട്ടോറാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. മോട്ടോർ ഏത് കയ്യിലാണുള്ളത്? വലത്തെ കയ്യിലാണോ ഇടത്തെ കയ്യിലാണോ? ലെഫ്റ്റ് ഹാൻഡ് ആണ്. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എത്ര എളുപ്പത്തിൽ ആൻസർ കിട്ടിയല്ലേ. ഇത്രയും എക്സ്പ്ലനേഷൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. SI യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്? ടെസ്ലയാണ്, ടെസ്ലയാണ്. ഓക്കെ, ഓപ്ഷൻ ബി. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ക്യാൻ ബി കാൽക്കുലേറ്റ് ബൈ ദി ഫോർമുല H is equal to NI/L അല്ലേ. NI/L ഇങ്ങനെ പാടി പഠിക്കണം കേട്ടോ. MMF/H എന്ന് പറയുന്നത് എന്താ? ആംപിയർ ടേൺസ് പെർ ലെങ്ത്, ആംപിയർ ടേൺസ് പെർ ലെങ്ത്. MMF/ലെങ്ത് ഓഫ് ദി കോയിൽ ഇൻ മീറ്റർ. ഓപ്ഷൻ സി ആണ് അല്ലേ.
22C. MMF ബൈ റിലക്റ്റൻസ് അതെന്താ സാധനം? അത് ഫ്ലക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുക. വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി കൗണ്ടർ EMF ഓൾവേസ് oppose ദി ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ്സ്? ലെൻസസ് ലോ. നെക്സ്റ്റ് വൺ, ഇമാജിനറി ലൈൻ ജോയിനിങ് ദി ടു പോൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്. ഓഫ് ദി മാഗ്നറ്റ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ആക്സിസ് അല്ലേ, മാഗ്നറ്റിക് ആക്സിസ്. നെക്സ്റ്റ് വൺ, SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് റിലക്റ്റൻസ് ഈസ്. ഓക്കെ, ഇക്വേഷൻ എഴുതി നോക്കുക. അഥവാ കിട്ടുന്നില്ലെങ്കിൽ ഇക്വേഷൻ എഴുതുക. റിലക്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ റെസിസ്റ്റൻസ് പോലെയുള്ള സാധനമാണ്. റെസിസ്റ്റൻസ് V/I ആണ് അല്ലേ. അപ്പം വോൾട്ടേജിന് സമാനമായിട്ട് അവിടെ EMFന് സമാനമായിട്ട് MMF അല്ലേ. അപ്പോൾ ആംബിയർ ടേൺസ് ഡിവൈഡഡ് ബൈ കറണ്ടിന് സമാനമായിട്ട് എന്താ ഒഴുകുന്നത്? അവിടെ ഫ്ലക്സ് ആണ് ഒഴുകുന്നത്. ഫ്ലക്സ് ആംബിയർ ടേൺസ് പെർ വെബർ. ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ അല്ലേ? യെസ്. സോ ഓപ്ഷൻ ബി ആണ്. മാഗ്നറ്റ് ആർ മെയ്ഡ് ഓഫ് ലോ റീറ്റൻറ്റിവിറ്റി ബട്ട് ഹൈ പെർമിലിറ്റി മെറ്റീരിയൽസ് നോൺ ആസ്. ലോ റീറ്റൻറ്റിവിറ്റി എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിന് റീടെൻഷൻ കുറവായിരിക്കും. വേഗത്തിൽ മാഗ്നറ്റ് ആവും, വേഗത്തിൽ നോർമൽ ആവും. അത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ബിക്കോസ് ഹൈ പെർമബിലിറ്റി കൂടി ഉണ്ട് അല്ലേ. ഡയാ മാഗ്നറ്റിക് മെറ്റീരിയൽ ഹാവ് റിലേറ്റീവ് പെർമബിലിറ്റി. ഡയ ആണെങ്കിൽ ലെസ് ദാൻ 1 ആണ് ഡയാ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ റിലേറ്റീവ് പെർമബിലിറ്റി. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. യൂണിറ്റ് ഓഫ് MMFൻ്റെ യൂണിറ്റ് എന്താ? ആംപിയർ ആണോ? ആംപിയർ ടേൺസ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ആംപിയർ ടേൺസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആംപിയർ ടേൺസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ. ആംപിയർ ടേൺസ് ഇല്ല. ആംപിയർ എന്ന് മാത്രം പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ആംപിയർ ടേൺസ് എന്ന് പറയണം. N/I അല്ലേ MMF? യെസ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുകയാണെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ മാത്രമായിരുന്നു. പക്ഷേ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഇൻഡക്ഷൻ ആൻഡ് കണ്ടക്ഷൻ ഉണ്ട്. നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പവർ ട്രാൻസ്ഫർ ത്രൂ ഇൻഡക്ഷൻ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. പവർ ട്രാൻസ്ഫർ ത്രൂ കണ്ടക്ഷൻ അതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് അറൗണ്ട് മൂവിങ് ചാർജസിനെ ചുറ്റും മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഓർത്ത് വെക്കുക. ഒരു മെറ്റൽ മാത്രം വെച്ചതുകൊണ്ട് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമോ? ഇല്ല. അതിൽ കൂടി നമ്മൾ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാഗ്നറ്റ് ആവും. അതേപോലെ മൂവിങ് ചാർജസിന് അറൗണ്ട് ആയിട്ടും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡോട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുകയും ചെയ്യാം. യെസ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുമ്പോൾ മോട്ടോർ അല്ലേ. ഇടത്തെ കയ്യിൽ മോട്ടറാണ്. മോട്ടറിൻ്റെ അകത്ത് നമ്മൾ എന്താ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്? കറണ്ട് ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ടിൽ ഫോഴ്സ് ഉണ്ടാക്കുന്നു. യൂസ് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അത്രയേ ഉള്ളൂ. എത്ര എളുപ്പത്തിൽ ആൻസർ കിട്ടി അല്ലേ. സസെപ്റ്റിബിലിറ്റി ഈസ് പോസിറ്റീവ് ഫോർ. സസെപ്റ്റിബിലിറ്റി ഏതിനൊക്കെയാണ് പോസിറ്റീവ്? യെസ്, പാരക്ക് പോസിറ്റീവാണ്. അതേപോലെ ഫെറോനും പോസിറ്റീവാണ്. പാരക്ക് പോസിറ്റീവ് ആൻഡ് വെരി സ്മോൾ ആണ്. ഫെറോൻ്റെ കേസിൽ പോസിറ്റീവ് ഹൈ വാല്യൂ ആണ്. സോ ഈ കേസിൽ ഫെറോവും വരാം, പാരയും വരാം. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് Q is equal to CV. അപ്പോൾ C is equal to Q/V. ക്യൂവിൻ്റെ യൂണിറ്റ് കുളം അല്ലേ. കുളം പെർ വോൾട്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച കുറേ ചോദ്യങ്ങൾ ഒരു ഡിപ്ലോമ ലെവലായിരുന്നു. അതിനുശേഷം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പം ക്ലിയർ ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളില്ലേ, അതൊക്കെ ഇലക്ട്രീഷ്യൻ, വയർമാൻ പോലെയുള്ള പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച, ലൈൻമാൻ ഒക്കെ ചോദിച്ച, ഒരു കോമൺ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളുമാണ്. അപ്പോൾ ഏത് രീതിയിലും വരാം. കോംപ്ലക്സ് ആവുകയാണെങ്കിൽ അത് മിക്കവാറും സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ചോദ്യങ്ങളിൽ മാത്രമേ സാധ്യതയുള്ളൂ. ഇക്വേഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്